മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ
ദേവിക ചേച്ചി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പാടിപ്പോവായിരുന്നു. എന്തൊരു കമന്റടാ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സർ. നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കമായ ശബ്ദത്തിനുടമയാണ് ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക്. താങ്ക് യു സർ. നന്നായിട്ട് പാടി. പല ഏരിയകളും നല്ലതായിരുന്നു. പിന്നെ ചില നിർത്തുന്ന പോർഷൻസ് ഒക്കെ ചിലതങ്ങ് ശ്രുതി ചേരായിക്കുണ്ട്. അത് അങ്ങ് ശക്തി ഈ ശ്വാസം പോയിട്ടുള്ള കുഴപ്പമാണോ? അതാ ഇത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു അത് തന്നെ ആയിരുന്നു. അങ്ങനല്ല, സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെനിക്കില്ല. ഇല്ലേ? ഉണ്ട്. ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് ഹൈയില് പോകുമ്പോ ശ്വാസം കിട്ടുന്നില്ല. ഇതെന്തോ ഹൈ റേഞ്ചിലാണോ പോകുന്നത് ശ്വാസം കിട്ടാതിരിക്കാൻ? അതൊക്കെ നല്ല മുകളിലാണ്, നല്ല സുഖം കേൾക്കാൻ. പിന്നെ എന്തിനാ ഈ കിടന്ന് ഹൈയില് എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ അല്ല, ഞങ്ങൾക്കാണോ കുഴപ്പം? ഞാൻ പാടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ തൊണ്ട കുറച്ച് അടഞ്ഞു. മനുഷ്യരായ അടയും. കാര്യം ഇത് സെക്കൻഡ് ഹാഫ് മുഴുവൻ മേളിലാണ്. അപ്പൊ അങ്ങനെ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ട കേട്ടോ. അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം തരും. അപ്പൊ അത് മനസ്സിൽ വെച്ചാൽ മതി. പക്ഷെ നന്നായിട്ട് പാടി. ചില ഏരിയ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. പിന്നെ ഈ മയങ്ങോ അതൊന്ന് പാടാമോ? മയങ്ങൂ നീ എൻ മടിമേലേ. അതെപ്പോഴും അതിൻ്റെ ഒരു അതിനാ ഞാനിപ്പോ ഇത് പാടാൻ പറഞ്ഞത്. ഈ ആരിരോ വരുമ്പോഴും അതങ്ങ് കൈവിട്ടു പോകുന്നു. മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. എന്ത് ബ്യൂട്ടിഫുൾ. ആ തലയൊക്കെ തൊടണം. ഒരു നിവൃത്തിയില്ല. വാട്ട് എ കമ്പോസർ. ഇതൊക്കെല്ലാം നന്നായിട്ട് പാടി കേട്ടോ. അതുപോലെ ഈ എൻ പോർഷൻസ് വരുമ്പോൾ മുകളിൽ പാടുന്ന അത് ഒന്ന് കുറയാണ്ട് നോക്കുക ശ്രുതി എന്ന് കേട്ടോ. ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. താങ്ക് യു ശരത് സർ. ഷാനിക. ദേവിക സർ. അടിപൊളിയായിട്ട് പാടി ദേവിക. താങ്ക് യു സർ. ദേവികയുടെ വോയിസിൽ ഞാൻ ശ്രുതി സംഭവങ്ങൾ ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ദേവികയുടെ വോയിസിൽ ഒരു ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട്. അത് എന്തോ ഈ ഒരു താരാട്ട് ആണല്ലോ, ആരാരിരോ എന്നൊക്കെ അവിടെയൊക്കെ ഭയങ്കര ഫീലാണ് കൊടുക്കുന്നത്. ദേവികയുടെ വോയിസിൽ ആ ഒരു ഇൻബിൽട്ട് ഫീൽ എനിക്ക് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വോയിസ് അടിപൊളിയാണ് ദേവിക. ഉഗ്രം വോയിസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിനെ പറ്റി ശരത്തായിട്ട് പറഞ്ഞ പോലെ ഒന്നും പറയാനില്ലാത്തൊരു പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആഹാ എന്ന് പറഞ്ഞ പോലെ സലീൽ ദ ഹറ്റ്സ് ഓഫ്. വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തെ പറ്റി. അത്രേ ഉള്ളൂ മോളെ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് എന്തായാലും ഉള്ളിൽ തട്ടി. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി. ദേവിക ചേച്ചി. ഐശ്വര്യമേ അസലായിട്ട് പാടി. താങ്ക് യു. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാന്. നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരു താരാട്ട് പാട്ടൊക്കെ എടുത്ത് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ മോളെ. സോങ് സെലക്ഷൻ ഉണ്ട് ഫസ്റ്റ് തന്നെ വലിയൊരു കയ്യടി. പിന്നെ മനോഹരമായിട്ട് പാടി. നേരത്തെ പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ദേവികയ്ക്കുള്ളത്. അതിനെ നമുക്ക് ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ പറഞ്ഞ മാതിരി കുറച്ച് ഇനി ഒരു പ്രസൻസ് ഒക്കെ കൊണ്ടുവന്ന് ദേവികയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. എനിക്ക് മോളും ഇതിൽ പാടിയതൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന് സാർ പറഞ്ഞു മയങ്ങൂ. അതേപോലെ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടുമ്പോൾ അത് അടഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രൊനൗൺസിയേഷൻ കാലം കാലമറിയാതെ ജ്ഞാനം ഉമ്മല്ല അമ്മ ജ്ഞാനം മയായി കഥയറിയാതെ നീ കാലമറിയാതെ. കുറച്ച് ഭേദമുണ്ട് മോൾ. അതൊന്ന് ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സെയിം സംഗതിയാണല്ലോ ആരിരോ. അതൊന്ന് പാടും. ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ. അതിനൊരു നേരത്തെ പാടുമ്പോൾ മോള് പാടി വന്നപ്പോഴത്തേക്ക് ആ ആരിരോ ഒന്ന് സ്ലിപ്പായി പോയിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ബാക്കിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. അതല്ലാതെ എനിക്ക് മോളോട് ഒരു സന്തോഷം ഒരു സന്തോഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പാട്ട് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കൊരു വാക്ക് ഇതിൽ നിന്നും കടമെടുക്കാൻ കിട്ടി. ഒരു ഗാനക്കുടം
എന്ന വാക്ക് സമ്മാനമായി തന്നു. ഗാനക്കുടം. ഗാനക്കുടം. അപ്പൊ ഇനി ഗാനക്കുടത്തിലേക്ക് ആകും നിങ്ങളുടെ മാർക്സ് ഒക്കെ ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, മാന്ത്രികം മാറ്റി. മാന്ത്രികം മാറ്റി. ഗാനക്കുടം എന്ത് മനോഹരമായിട്ടാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയിരിക്കുന്നത്. അപ്പം സാറിന് ഒരു താങ്ക്സ്. മോളു, ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. ദേവു സർ. 9.2 മാർക്സ്. താങ്ക് യു സർ. സൂപ്പർ, താങ്ക് യു ശരത് സർ. ഷാനിക്ക 9.1. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ദേവികയുടെ ഈ പെർഫോമൻസിന്റെ മാർക്ക് ഞാൻ ദേവികയായിട്ട് കൊണ്ടുവന്ന ആ ഗാനത്തിലൂടെയുള്ള ഗാനക്കുടത്തിലേക്ക് ഇടുകയാണ്. സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ദേവികയെ വിടുന്നതിന് മുന്നേ ദേവിക കഴിഞ്ഞ ഷെഡ്യൂളില് പാട്ട് പാടിയപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞിരുന്നു. തെയ്യം കലാരൂപത്തെ പറ്റി അച്ഛൻ അതിനു വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻസിനെ കുറിച്ചൊക്കെ ആള് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. ഇന്നത് അച്ഛൻ വന്നിട്ടുണ്ട് ദേവുവിന്റെ. അപ്പൊ അച്ഛനെ അങ്ങോട്ട് വിളിക്കൂ. ദേവുവിനൊരു ആഗ്രഹമുണ്ട് അച്ഛനെ ഒന്ന് ഫ്ലോറിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പ വിളിക്ക, അപ്പേ വിളിക്ക്. അപ്പ വാ. ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ. എന്ത് പറ്റി ദേവു, എന്തിനാ കരഞ്ഞേ? പറഞ്ഞോ ദേവു, പറഞ്ഞോ എന്തിനാണ് കരഞ്ഞത്? ഞാന് അരുമക്കിളി നീയല്ലേ ആരിരാരോ പാട്ടല്ലേ കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ സ്നേഹമഴക്കൂടല്ലേ മാറിലിളം എന്തുപറ്റി? അറിയോ, ഞാൻ ഇങ്ങനൊരു വേദിയിൽ കാണണം അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അയ്യോ, അത് നടന്നില്ലേ? സന്തോഷം കൊണ്ട്. ഞാൻ വിചാരിച്ചു ഈ വേദി വന്നതിന്റെ സങ്കടമായിരിക്കും. സന്തോഷമായിട്ട് പറയൂ. ഇങ്ങനൊരു വേദിയിൽ എന്നെ കാണണമെന്നും TV-യിൽ കാണണമെന്നും അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം മാത്രല്ല അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പനാ പറയല്, അപ്പൻ എപ്പം പറയും അപ്പൻ്റെ അവസ്ഥ കാണുന്നില്ല മോളെ, അപ്പോൾ നിനക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ളൊരു കഴിവാന്ന് പാട്ട്. അപ്പോൾ എൻ്റെ അമ്മമ്മ നല്ലോണം പാടും. എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും പറയും എനിക്ക് അമ്മമ്മേൻ്റെ വോയിസാണെന്ന് എല്ലാവരും പറയാം. അപ്പോൾ അപ്പം പറയും അമ്മമ്മേൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാവും. പിന്നെ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യൽ കുറവാണ്. പരിപാടിക്കായാലും അപ്പനും അമ്മയും കൂടി ഉന്തിയാൽ മാത്രമേ ഞാൻ എല്ലാ പരിപാടിക്കും പോക്കുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അപ്പൻ എപ്പം പറയും ഏത് ഓഡീഷൻ ഉണ്ടെങ്കിലും എന്നെ എല്ലാത്തിനും വിടും. അപ്പം അപ്പൻ എപ്പം പറയും ഇങ്ങനെ ഒരു വേദിയിൽ നിൻ്റെ കൂടെ വന്ന് നിൽക്കാനും എല്ലാം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എപ്പെങ്കിലും ഒരു ദിവസം അങ്ങനെ അപ്പൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം എന്ന് അപ്പം പറയലുണ്ട്. അപ്പം ഇപ്പം എനിക്കത് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടിവിയോട്, സൂപ്പർ സ്റ്റാർ സീനിയറോട് ഒരുപാട് നന്ദിയുണ്ട്. ദേവികയുടെ ഈ ഒരു ഇന്നസെൻസ് ആണ് ദേവികയുടെ ശബ്ദത്തിലുള്ളത് കേട്ടോ. എപ്പോഴും ഈ ഇന്നസെൻസ് പോവാതെ നോക്കുക. നമസ്കാരം സാർ. നമസ്കാരം. സന്തോഷം. അച്ഛന്റെ പേര്? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പണിക്കർ. പിന്നെ മിന്നു ഞാൻ വിളിക്കല്. എൻ്റെ മിന്നു പറഞ്ഞേ ഇത് വലിയ സ്വപ്നതുല്യമായ ഒരു അനുഭവമാണ്. അതിങ്ങനത്തെ ഒരു ഫ്ലോറിൽ വരാനും അതുപോലെ നല്ലൊരു ജഡ്ജിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പാടുവാൻ എൻ്റെ മോക്ക് കിട്ടിയ ഒരവസരം അത് ഇതിനപ്പുറം കിട്ടാനില്ല. വളരെ സന്തോഷം. അമൃത TV ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും.
അപ്പോ അച്ഛന്റെ ആ ഒരു ആഗ്രഹം അവള് സാധിച്ചല്ലോ. പക്ഷെ ദേവി ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നേ ആ തെയ്യം കലാകാരന്റെ മകളെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. അച്ഛനെ ഞങ്ങൾ ഇവിടെ എപ്പോഴും മെൻഷൻ ചെയ്യും ദേവിന്റെ പേര് പറയുമ്പോഴേക്കും. അപ്പൊ അവളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അച്ഛനടുത്ത് നിൽക്കുമ്പോൾ അതറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. തെയ്യം ഒരു കലാകാരനായതുകൊണ്ട് അച്ഛൻ അതിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും കഴിയുമല്ലോ. അച്ഛന്റെ ആ ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ളതൊക്കെ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. തെയ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തര മലബാറിൽ ഒരു അനുഷ്ഠാന കലാരൂപം. അനുഷ്ഠാന കല എന്ന് പറയുമ്പോൾ പ്രധാനിഷ്ടം, കർമാനിഷ്ടം, അങ്ങനെയുള്ള കുറച്ച് നിഷ്ഠകൾ കൂടിയ ഒരു ആചാര അനുഷ്ഠാന രൂപമാണ് തെയ്യം. ആ തെയ്യത്തിൽ ഓരോ ക്ഷേത്രങ്ങളെത്തുമ്പം പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളെല്ലാം പാലിച്ച് അതിൻ്റെ കർമ്മമായാലും വ്രതമായാലും ഒക്കെ ചെയ്ത് ഒരു കോലം ധരിച്ച് കഴിയുന്നവരെ 21 ഗുരുക്കന്മാർ ധരിക്കൽ എന്ന് പറയും. 21 ഗുരുക്കന്മാർ തലപ്പാടി എന്ന് പറയും. അത് ധരിച്ച് അത് നമ്മുടെ ദേഹത്തു നിന്ന് അത് തലക്കുന്നത് കഴിയുന്നവരെ നമ്മൾ നമ്മൾ ഒരു ദൈവാംശം ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ തെയ്യം കെട്ട് തെയ്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നത് അത് കൃത്യമായിട്ട് കുറച്ച് നിഷ്ഠകൾ ചെയ്യുന്നുണ്ട്. നല്ല വ്രതങ്ങളും വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നു. കൂടുതലായിട്ട് കെട്ടി വരുന്ന മുന്നേ പറഞ്ഞ പോലെ മുട്ടൻ തെയ്യം, ഭൈരവൻ, തീച്ചാമുണ്ടി ഇതെല്ലാം കെട്ടി. അല്ല, അങ്ങേ പോലെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഈ ഒരു വേദിയിൽ കിട്ടിയത് ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണ്. അതെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? തെയ്യം കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവറാണ്. നമ്മള് കണ്ണൂർ പഴയങ്ങാടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു 2 വരി ഞങ്ങൾക്ക് പാട്ടുകാരനും കൂടെയാണല്ലോ അച്ഛൻ. അതെ അപ്പൊ എന്തായാലും പാട്ട് കേൾക്കണം. അഴകേറും ചെറുകുന്നിൽ അഗ്രിശാലമരൂപം അഖില പുത്രിയാളം അഖില നായകിയേ തുണൈക്കാമോരടിയങ്ങൾ തുതിച്ചു കൈ തൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായി വരുന്നു. അഴകേറും ചെറുകുന്നിലഗ്രിശാലമരൂപം അചലപുത്രിയാളം അഖില നായകിയേ തുണൈക്കാമോരടിയങ്ങൾ സ്തുതിച്ചു കൈ തൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായും വരേണം. വിളക്കായും വരേണം നീ തണലായും വരേണം. തണലായും വരേണം നീ തടകായും വരേണം. വിളക്കായും വരേണം നീ തണലായും വരേണം. തണലായും വരേണം നീ തടകായും വരേണം. അഴകേറും ചെറുകുന്നിലഗ്രിശാലമരൂപം അചലപുത്രിയാളം അഖില നായകിയേ തുണൈക്കാമോരടിയങ്ങൾ സ്തുതിച്ചു കൈ തൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായും വരേണം. സത്യത്തില് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. കാരണം വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം കൊണ്ട് ദൈവമേ എന്തോ ഒരു ചൈതന്യം വന്ന് നിറഞ്ഞ മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു. ഓ, നിങ്ങള് സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചു കളഞ്ഞു. അതിന്റെ കൂടെ സാർ നിങ്ങളും മോളും 2 പേരും കൂടിയുള്ള ആ വോയിസ് ദൈവമേ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഒരുപാട് നന്ദി. ഈ ഫ്ലോർ ധന്യമായി. ഒരുപാട് നന്ദി.